Hey guys, welcome back to Beat Talks. Guys, appo innathe video le challenge draw and guess the place. So innathe video le nammal team alla എല്ലാവരും ഒറ്റയ്ക്കാണ് guys. Okay, ഇന്നത്തെ ചാലഞ്ചിൽ മത്സരിക്കുന്നത് നമ്മുടെ ഡോം ഉണ്ട്, അതുപോലെ തന്നെ കൊമ്പൻ ഉണ്ട്, ഡിബി ഉണ്ട്, അതുപോലെ തന്നെ എഡ്വിൻ ബിസിബി ഉണ്ട്, ചാർലി ബിസിബി ഉണ്ട് guys. Okay, അപ്പോൾ 5 പേരായിരിക്കും നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിൽ പങ്കെടുക്കുന്നത്. സോ അപ്പോൾ ചാലഞ്ച് എന്താ അറിയാലോ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഒരു പേപ്പർ എടുക്കും, ആ പേപ്പറിൽ ഒരു പ്ലേസിന്റെ പേരുണ്ടാവും. സോ ആ പ്ലേസിന്റെ പേര് ഇവിടെ പേര് എഴുതണമെന്നല്ല, വരച്ച് കാണിക്കണം. ഓക്കെ, അപ്പൊ അത് ഗസ് ചെയ്തിട്ട് ബാക്കി 4 പേര് ഉത്തരം പറയണം. അപ്പൊ ആരാണ് ഉത്തരം പറയുന്നത്, ഉത്തരം പറയുന്ന ആൾക്കും വരച്ച ആൾക്കും ഓരോ പോയിന്റ് വെച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചാലഞ്ചിലേക്ക് പോയാലോ. അതിന്റെ അകത്തുള്ള പ്ലേസ് വരുവാ. ഇപ്പൊ ആലപ്പുഴയുടെ അകത്തുള്ള പ്ലേസ് വരുവാ. അതെന്തൊരു പഞ്ചായത്തൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനോ? നീ ഒന്ന് ആരും ചേർത്തലിട്ട് നീ എങ്ങനെ വരയ്ക്കും? എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തിൽ ബെൽ ഐക്കൺ ആളുള്ള ഓപ്ഷൻ ഇട്ടേക്കുക ഗൈസ്. ഓക്കേ, സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ ഇതാ എന്റെ കയ്യിൽ ബോൾ ഉണ്ട്. ഇതില് ഇത്രയും പേപ്പറൊക്കെ ഓരോ പ്ലേസിന്റെ പേരാണ് കേട്ടോ. സോ നമുക്ക് ഏത് സൈഡിൽ തുടങ്ങണം? ആ സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഡോം ഇത് എടുക്കണം, എന്നിട്ട് ഡോം അവിടെ വരക്കണം. നമ്മൾ ഗസ് ചെയ്യും. ഡോം എടുക്കുക, ഐശ്വര്യമായിട്ട് എടുക്കുക, ഐശ്വര്യമായിട്ട് കൊമ്പിനെ വിചാരിച്ചാൽ എടുക്കുക. സോ ഗൈസ്, അപ്പൊ ഡോം വരയ്ക്കാൻ വേണ്ടി പോകുന്നു ഗൈസ്. ആര് ഉത്തരം പറയും നമുക്ക് വരച്ചിട്ട് ഫുള്ള് തീർക്കണ്ട, അതിന്റെ ഇടയിൽ കമന്റ്സ് പറയാൻ പറ്റും. നമ്മൾ കൈവക്കി പറഞ്ഞ അവർക്ക് പോയിന്റ്. പെട്ടി വിളിച്ചു പറയലടാ. പെട്ടിയല്ലേ? പെട്ടിയല്ല, പടം വരക്കാരാണ്ട് മൂന്ന് ഷേപ്പിലാണ്. ഇതില് നമ്പറും ലെറ്ററും ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ. ഇല്ല, ആൽഫബറ്റ് ന്യൂമറിക്കൽസ് ആയിട്ടും ആൽഫബറ്റിക് ആയിട്ടും ഒന്നും എഴുതാൻ പാടില്ല. ഇവൻ എന്താ ഉദ്ദേശിക്കണേന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷെ എന്താന്നും ഇല്ല, എടേ ഇവനിത് എന്ത് അതെനിക്ക് മനസ്സിലായി, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, അത് എന്ത് തലം ഞാൻ പറഞ്ഞില്ല. പറയണ്ട, നിങ്ങളും പറയണ്ട, ആരും അറിയണ്ടല്ലേ. ഞാൻ എന്റെ ഒരു ചാൻസ് ഉപയോഗിക്കണം, എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. കേരളമാണോ? കേരള അല്ല, കേരള. സമയം തീരാനേ സമയല്ലേ? പിന്നെ സമയം നീ പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് സമയം തീർന്ന അല്ലെങ്കിൽ സമയം വേണ്ട വരക്കണേന് പൊട്ടാ. ഞാൻ പറഞ്ഞോടാ, ആലപ്പുഴയാണോ? പട്ടിയാണോ? പട്ടീനൊക്കെ എന്ത് കിടിലായിട്ട് വരയ്ക്കണേ? ഇത് കുതിരയാണോ? എന്ത് പട്ടീനെ നോക്കി സുഖം വിടുന്നു. അത് പശു. അപ്പൊ മനസ്സിലായില്ല, പശുവാണ്. പശുവിന്റെ താഴെ വരല്ലോ. വെള്ളം. ഇത് കരയാണല്ലേ? അത് കരയാണ്, അത് കരയാണ്. എനിക്ക് കിട്ടിയടാ. ജില്ല പട്ടി വെള്ളത്തിൽ ചാടി മോളിലെന്ത്? അത് കിണറാണോ? ഇനി അത് കിണറില്ലായിരുന്നു, ഞാൻ കിണർ കൂട്ടി വാങ്ങിച്ചോണ്ടിരുന്നേ. ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നാലാ എഴുതി കാണിക്കാണോ? കുളമാണോ ഇത്? കുളം. കൊമ്പത്തിന് കിട്ടൂല, കൊമ്പത്തിന് അറിയാൻ പറ്റില്ല, സത്യമായിട്ട് അറിയാൻ പറ്റില്ല. എന്തോ കരയാണ്? ഉത്തരം പറ. കൊട്ടാരക്കരയാണോ? അയ്യോ, നെയ്യാറ്റിൻകര. ഞാൻ വരച്ചു വെച്ച് നോക്കുമ്പോ ഞാനിത് ആദ്യം വിചാരിച്ചു കൊട്ടയാ. അല്ല, അത് ഞാൻ കാര്യം പറയട്ടെ, അതെന്താ ഫസ്റ്റ് സാധനം എന്താ? നെയ്യ് അങ്ങനെയല്ലല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ എവിടെയാണോ ഈ കേരളത്തിന്റെ ഈ വശത്താണോ ട്രിവാൻഡ്രം കിടക്കുന്നത്? എന്തായാലും ഡോമിന്റെ ചാൻസ് കൂടെ തീർന്നുണ്ട് കാഴ്ച. ആർക്കും പോയിന്റ് കിട്ടിയില്ല, ഡോമിനും പോയിന്റ് ഇല്ല, ഞങ്ങൾക്കും പോയിന്റ് ഇല്ല കാഴ്ച. സോ അപ്പൊ അടുത്തത് വരയ്ക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൊമ്പനാണ്. സോ കൊമ്പൻ എടുക്കും. ഓക്കെ ഗായ്സ്, ഇനി കൊമ്പന്റെ കലാവിരുദ്ധങ്ങൾ കാണാം. കൊമ്പൻ ഇതെന്തായാലും നമ്മളാരും കണ്ടുപിടിക്കാൻ പോലുള്ള ഇങ്ങനെ എന്തെങ്കിലും നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അത് ശരിയാ, നമ്മള് തോറ്റു. കണ്ടറിയാം, തൊളയെന്ന് അങ്ങ് തുടങ്ങി. എടാ, ഇത്ര സ്ലോ മോഷനിൽ വരച്ചു കഴിഞ്ഞാല് മനസ്സിലായി, സംഭവം മനസ്സിലായി. സംഭവം എന്താ മനസ്സിലായി? അടുത്ത് വരയ്ക്കാം. എല്ലാരും ഇനി അടുത്ത ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. മനസ്സിലായി. അതിന് ഓംലെറ്റാ. ഇതെന്താ ഓംലെറ്റ്, പിന്നെ കുരുമുളക് ഇങ്ങനെ ഇട്ടിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. പൊട്ട കൈ പൊക്കി, ചാല് കൈ പൊക്കി പറഞ്ഞു. ഉപ്പ് കണ്ടാണോ? അപ്പൊ ചാലിന് ഞാൻ ചോദിക്കാം, എന്തത് അതിന്റെ ബാക്കിയാണോ അത്?
ഇതിപ്പോ വരച്ച് കണ്ടുപിടിക്കാൻ പാട് കേട്ടോ സത്യം പറഞ്ഞ. എന്തിന് വരയ്ക്കുന്നത്? എന്തിന് വേണ്ടാത്തൊന്നും വരയ്ക്കുന്നത്? ഇതെന്താ ആ ആ ആ ഓ അതാണോ ഉദ്ദേശിച്ചേ? ഓക്കെ ഓക്കെ. ഇത് പാലത്തെ ആ ഞാൻ പറയട്ടെ, എറണാകുളമാണോ? നല്ല സൂപ്പർ. നമുക്ക് റെസ്റ്റ് എടുക്കാം. അതൊക്കെ മനസ്സിലായി. കുളം ബോക്സിലാക്കി. കായംകുളമാണോ? ഞാനില്ലേ കുളം വെച്ചിട്ട് പല സ്ഥലങ്ങള്. സത്യം കേട്ടോ സത്യം. ഈ കുളത്തിലെ പിന്നെ അവർ അതിൽ പിടിച്ച് തപ്പിയപ്പോ അത് ഉപ്പ് ആണോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അത് കായം എന്ന് പറയാൻ വേണ്ടി. അത് കായം എന്ന് പറയണമെങ്കിൽ അതില് എഴുതി വെക്കണം കായം എന്ന്. പിന്നെ എളുപ്പമായല്ലോ. ഗായ്സ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗായ്സ് ഒക്കെ കൊമ്പൻ വരച്ചത് നമ്മുടെ ഡോം കണ്ടുപിടിച്ചു. അപ്പോൾ കൊമ്പനും ഒരു പോയിന്റ്, ഡോമിനും ഒരു പോയിന്റ് ആണ് ഗായ്സ് ഒക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തത് ഞാൻ തന്നെയാണ് ഗായ്സ് എടുക്കേണ്ടത്, ഞാൻ തന്നെയാണ് വരക്കേണ്ടത്. ആർക്കും ഇത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റൂല ഗായ്സ്. നോക്കിക്കോ ഒന്ന് അത് ഇത് കാര്യം അത് വരച്ചും വലിപ്പിക്കാൻ പറ്റണ്ട ആദ്യം. ഇവനും മതത്തിൽ തന്നെ തുടങ്ങുന്നത് മനുഷ്യനാണല്ലോ. ഇതെന്താ? ഇതെന്ത് പെണ്ണ്? തലയില് ഓലയാ. പാവം വികലാംഗി എന്തോന്ന്. അതെന്താ? കയ്യിലല്ലോ പാവം. അയ്യോ കാല ആ കാലം അതൊക്കെ കിളിയാ. ഡാഗിണി അമ്മൂമ്മ മൂക്ക് കണ്ടിരിക്കുന്ന ആ ചെക്കനാന്ന് തോന്നുന്നുട്ടോ. പയ്യനാ ആ ചെക്കനെ എന്തൊക്കെ ചെയ്യുന്ന നോക്കാം, അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ ഇവനായോണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അയ്യോ അല്ല. ആ അങ്ങനെ കിട്ടി. അത് രണ്ടാമത്തെ. രണ്ടാമത്തെ അത് അതിന്റെ ഇത് മനസ്സിലായി. അതെങ്ങനെ വരയ്ക്കുന്നത്? ലാസത്തിന് കിട്ടി, ലാസ സാധനം കിട്ടി. അതിന് കൂടുതൽ അത് പറയുന്നില്ല. എന്തിനാ പറയണേ ഞാൻ? പീച്ചസ് ആണോ? ഇതെന്താ വരച്ച ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമായിട്ട് വരുന്നില്ല. പകുതി മുറിച്ച സാധനം ഇവരെന്ത് ഉദ്ദേശിക്കണേ? അതെന്തു തേങ്ങിയത്? എനിക്കറിയാൻ മേലടേ. ജില്ലയാണോ ഇത് രാജ്യമാണോ? രാജ്യം. ഇതെന്ത് രാജ്യം? എന്താ ഇങ്ങനെ നോക്കി? ഇതിപ്പോ സമയം കഴിയാറായി. വരച്ച് കാണിക്കും പോയിട്ട്. വരച്ച് തന്നെ കാണിക്കണം. അയ്യോ എന്തുവാണത്? എനിക്ക് അറിയാൻ മേല. എന്താടാ ആങ്ങി? ആപ്പിള ഇതാ അവർ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഇനി പറ. ഇപ്പൊ മനസ്സിലാതെന്താണ്? അയ്യോടാ ഇയാൾ എന്തൊരു തേങ്ങ പറയണേ. ഇപ്പൊ എനിക്ക് പറഞ്ഞൂടെ? അത് നീ പറഞ്ഞു. അരമണിക്കൂർ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത്. അവന്റെ ഇരട്ടയാ? അയ്യോ എന്താണത്? ഹണിറോസിനല്ലേ ചോദിച്ചേ? ഇവൻ എന്നെയാണോ ഉദ്ദേശിച്ചത്? നീ ഹണിറോസിനല്ലേ വരച്ചേ? എന്തൊക്കെ വരച്ചു വെച്ചിരിക്കുന്നേ? കുണ്ടന്നൂർ. അവിടെ അരമണിക്കൂർ ചിന്തിച്ചെനിക്ക് കിട്ടിയെനിക്ക് അരമണിക്കൂർ മിണ്ടാതിരി. നിനക്കെന്താ കിട്ടിന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ പറയട്ടെ, കുടമാലൂർ സ്ഥലമുണ്ട്. ആ ഉണ്ട് അല്ലേ? കുടമാളൂർ. അയ്യോ എന്തൊരു കോപ്പളാ വരച്ചു വെച്ചേക്കുന്നേ. ഇവിടെ മനസ്സിലായി. അത് മനസ്സിലായി, അതെനിക്ക് മനസ്സിലായി. ഞാൻ പറയില്ല. ഇതിലും അത് വരയ്ക്കാൻ. അയ്യോ ഞാൻ പറയട്ടെ, എനിക്ക് ഒരു ചാൻസ് തരാമോ സാറേ? ഇല്ല, നിങ്ങൾ പറഞ്ഞു തെറ്റിക്ക്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എനിക്കിത് ചിരി വരുന്നത്. ഞാൻ എടുത്തിട്ടുണ്ട്. കോതമംഗലമാണോ? അയ്യോ എടാ, എനിക്ക് അത് കഴിഞ്ഞിട്ട് കിട്ടിയോ? ഞാനേ താഴെ ഞാൻ ആദ്യം ആലോചിച്ചിട്ടുള്ളത് ഞാൻ ആലോചിക്കണേ അയാള് തട്ടിപ്പറഞ്ഞിട്ട് താഴത്ത് ഇട്ടാണോ മാല? കല്യാണം എനിക്ക് മനസ്സിലായി. നമുക്ക് പോയിന്റ് അത്രേ ഉള്ളൂ. ഓക്കെ സോ ഗൈസ്, അപ്പൊ ഇവിടെ എനിക്കും ചാർലിക്കും ഒരു പോയിന്റ് ആയിട്ട്. ഇവന് മാത്രം പോയിന്റ് ഇല്ലല്ലോ. അല്ലേ നമ്മൾ ആരുടെയും ബെസ്റ്റ് ഫ്രണ്ട് അല്ലല്ലോ. അത് സത്യം. എടുത്തോ, ഇങ്ങനെ എന്തോ പോയി കൊണ്ടുപോലെ. വിട്ടോ. നമ്മുടെ എഡ്വിൻ ബിസി വരയ്ക്കാൻ വേണ്ടി പോകുന്നു. കുറച്ച് വലുതാക്കി വരക്കടേ. എന്നിട്ടിത് ഒരാൾക്ക് തൊള, ഒരാൾക്ക് പെട്ടി. നിനക്ക് കുട്ടി. കുപ്പിയാണോ
ഉദ്ദേശിച്ചേ? നാലാട്ടരുത് ആയിക്കോട്ടെ. എന്നിട്ട് ഓ ഇത് വെച്ച് നമ്മള് കണ്ടുപിടിക്കണല്ലേ. ഓഹോ അവർക്കെന്നെ കുഴപ്പമില്ല. ഇതിപ്പോ 2 വട്ടം ഇട്ടോ. നമുക്ക് ചായ കുടിച്ചിട്ട് വന്നല്ലോ. ഇവനും തോട്ടേന്നാണ് തുടങ്ങിയത്. ഇനിയിപ്പോ ഇത് മറ്റേതല്ലേ? അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല അല്ലല്ലേ? പക്ഷെ അതല്ല സാധനം. എനിക്ക് മനസ്സിലായി. മനുഷ്യനായിരുന്നു. മനുഷ്യന് വരയ്ക്കാനോ? അപ്പൊ കുപ്പിയായിരുന്നില്ല ആദ്യം വരച്ചത്. കുപ്പി അല്ലായിരുന്നാ? അത് കയ്യിലെന്തോ കാര്യമായിട്ട് ഉണ്ട് കേട്ടോ. കയ്യിലാണ് ഇരിക്കണല്ല. ബാക്കിയായിരിക്കും. ഒരു വേട് കിട്ടി. ഒരു വേട് കിട്ടി. അടുത്ത വേടും കൂടെ. ആക്ഷൻ നോ ആക്ഷൻ. ഇതെന്താണ്? അത് എഴുത്താണോ? കൊളമാണ്. ഇതെന്ത് തേങ്ങ? ഇത് കണ്ടിട്ട് പുഴയാണ് തോന്നുന്നുണ്ടോ നിനക്ക്? അവന് വേറെ എന്തോ കണക്ട് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. സംഭവം നമുക്ക് മനസ്സിലാവാത്തതാണ്. അവൻ വേറെ യൂണിവേഴ്സ് വേറെ യൂണിവേഴ്സ് കണക്ട് ചെയ്യുക. ടെന്റ്. ടെന്റ്. അത് ടെന്റ്. ഓക്കെ. എന്നാലും ഇവനെന്താ ഉദ്ദേശിക്കുന്നത്? ശരി, ഞാനത് ആലോചിക്കുന്നേ. ഒരു ഇത് കിട്ടുന്നില്ല. ഒരു പകുതി വേർഡ് പോലും കിട്ടുന്നില്ല സ്ഥലത്തിന്റെ. ഞാൻ പറയട്ടെ, അതാ ഇവനൊന്ന് പറയാണ്ട് പറഞ്ഞ കൈ നോക്കിയോ? മധ്യപ്രദേശ്. ഞാനത് ആലോചിച്ചു. ശരിയാട്ടോ, മദ്യം എന്നുള്ള വേർഡിലോട്ട് നമ്മൾ പോയില്ല കേട്ടോ ഗൈസ്. അപ്പൊ അവിടെ എഡ്വിൻ ബിഷിബി ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഉത്തരം പറഞ്ഞ ഡോം അല്ലേ? അപ്പൊ ഡോമിന് പോയിന്റ് ഉണ്ട്, എഡ്വിന് പോയിന്റ് ഉണ്ട്. അപ്പൊ ഡോമിന് 2 points ആണ്. ബാക്കി എല്ലാവർക്കും ഓരോ പോയിന്റ് വെച്ചിട്ടാണ്. സോ ഫൈൻ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത നമ്മുടെ ചാർലിയാണ് ഗൈസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതോടെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് തീരും. എടുക്കട അങ്ങോട്ട് അങ്ങനെ അങ്ങനെയായിരുന്നല്ലേ? മനസ്സിലായി. ഇതേ എനിക്ക് ചെറുതായിട്ട് മനസ്സിലായി. അതെ എനിക്ക് ഞാൻ ഒന്ന് എന്റെ പോയിന്റ് പറയട്ടെ. അല്ല വേണ്ട, വെയിറ്റ് ചെയ്യാം. പറഞ്ഞോ. അവന് ആദ്യം വെയിറ്റ് നോ. ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലായി. എനിക്ക് പിന്നെ വർക്കലാണോ ട്രിവാൻഡ്രം ആണോ ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഡോം ആണ് ആൻസർ പറഞ്ഞത്. ഡോം വീണ്ടും സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം ഗായ്സ്. ഓക്കെ, ഇവിടുത്തെ ഡോമിന്റെ സൈഡിൽ നിന്ന്. ഓക്കെ ഗായ്സ്, അപ്പൊ ഡോം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടാ, ഞാൻ കണ്ടു. ഇത് ഞാൻ പറയാം. ഡോം വരയ്ക്കുമ്പോ ഒരു 1.5 വരെ ആയിരിക്കും. മനസ്സിലായി. കേരളത്തിന് പുറത്താണോ? മനസ്സിലായോ? ഇന്ത്യയുടെ പുറത്താ? മനസ്സിലായോ? ഞാൻ പറയട്ടാ, പറ. ഹിമാലയാണോ? ചാർലി ഉദ്ദേശിച്ച ഹിമാലയാണല്ലേ? ഞാൻ ഉദ്ദേശിച്ച ഹിമാലയായിരുന്നു. നമുക്ക് ഇതുവരെ ഒന്നും മനസ്സിലായി. ഞാൻ ബാക്കി കൂടെ വരയ്ക്കും. ഇവന്റെ എന്തെങ്കിലും മറ്റേത് കണക്ട് ചെയ്യാനുണ്ടോ? പറ. ജമ്മു കാശ്മീർ ആണോ? ഹിമാചൽ പ്രദേശ് ആണോ? അല്ല. 3 പേർക്ക് തീർന്നു. എന്ത് വാട ഇത് കണ്ട? ജമ്മു കാശ്മീർ. ഓ, അത്ര കാണിച്ച ഞങ്ങളെല്ലാം നമ്മളത് മണ്ടരാക്കി ഒക്കെ മായച്ചു കളഞ്ഞേക്കുന്നു. അപ്പൊ നമുക്ക് വേറെ ചാൻസ് വേണം. അതിനൊരു മണ്ണം മര്യാദക്ക് വരക്കണ്ടേ? അണ്ണാക്കി മല മാറ്റി കൊളമാക്കി. ഇപ്പൊ എന്താ ഇത്? ഇവ ശരിയല്ലട്ടാ. ഇത് പേരിലോട്ട് വന്നിട്ടില്ല. സീരിയസ്ലി പേരിലോട്ട് വന്നിട്ടില്ല. തെങ്ങിന്റെ ചുറ്റിലും മണ്ണ് കണ്ണുകൊടുക്കല്ലേ കണ്ടുപിടിക്കും. സോറി, മണാചൽ പ്രദേശ്. മണാചൽ പ്രദേശ. തെങ്ങ്, കവുങ്ങ്, അടയ്ക്ക. വണ്ടി കാണിച്ചു മണ. അത് മണയായിട്ടൊന്നും ഒരു ബന്ധം പോലും ഇല്ല. എനിക്ക് കിട്ടി. സമയം തീരാനായിട്ടുണ്ട്. മണ്ണ് മലയല്ല. ഇൻഡു ചെയ്യുമ്പോ ഹോട്ട് സ്ക്വയർ. ഇത് ഒന്നാണ്. മല സ്ക്വയർ. മല ഓംപ്ലേറ്റ്. മണല്. അത് മണലായിട്ടാണ് തോന്നുന്നത്. മനസ്സിലായോ? ഇത് കാറാ. ആദ്യം ബൈക്ക് വെച്ചപ്പോ കാർ വരയ്ക്കും. ഇത് എന്തോന്നല്ലേ ഇത്? നമ്മളെ ഫൂളാക്കിയതാണ് ഗൈസ്. മനഃപൂർവ്വം നമ്മളെ പുറത്താക്കി കേട്ടോ. കൊമ്പന് പോയിന്റ്. എടാ അണ്ണാൻ. എടാ നീ പൊട്ടനാടാ. മണാലിയാണ് എന്തിനാ മലയും ബൈക്കൊക്കെ വരച്ചേ? ഈ എലി ആദ്യം വരച്ചാ പോരതില്. വീട് സിമ്പിൾ ആയി കൊടുത്തിരിക്കുന്നു. ഇത് ഡോമും കൊമ്പും നമ്മള് കൊളാബാണ്. ഞാൻ അവിടെ ആൻസർ പറഞ്ഞു. മല വരയ്ക്കുമ്പോ എങ്ങനെയാണ് മണാലി വരുന്നത്? മണാലിയുടെ ലാ വരാൻ വേണ്ടി അയാൾ ഉദ്ദേശിച്ചത്.
വേസ്റ്റ്. ഗായ്സ് അപ്പൊ ഇവിടെ പോയിന്റ്സ് ടേബിൾ നമുക്ക് നോക്കുമ്പോൾ ഡോമിന് 4 പോയിന്റ്സ് ആയിരിക്കുന്നു, കൊമ്പന് 2 പോയിന്റ്, എനിക്കും എഡ്വിനും 1 പോയിന്റ്, ചാർലിക്ക് 2 പോയിന്റ്. ഗായ്സ് ഓക്കെ സോ അപ്പൊ അടുത്തത് നമ്മുടെ കൊമ്പനാണ് എടുക്കേണ്ടത്. ഇത് ഞാൻ പറയും, കഴിഞ്ഞ 2 കൊണ്ടായിട്ട് ഞാൻ സ്കോർ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ പറയും. ഓ ഓക്കെ, മനസ്സിലായി, എല്ലാം മനസ്സിലായി. കാലടിയാ? അതെ, ഇതൊക്കെ ഡോമിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ, നമുക്ക് അറിയില്ല. കാലിന്റെ ഇടയിലും അടിയുള്ള അതൊക്കെ ഡോമിന് അറിയുള്ളൂ, അത് നമുക്ക് അറിയില്ല. ഗൈസ് അപ്പൊ ഇവിടെ വീണ്ടും സ്കോർ ചെയ്തിരിക്കുന്നു സെയിം ആൾക്കാർ തന്നെ. നമ്മുടെ ഡോമിന് നോക്കണമെങ്കിൽ 5 പോയിന്റും, കൊമ്പന് 3 പോയിന്റ്, ചാർലിക്ക് 2 പോയിന്റ്, എനിക്കും എഡ്വിന് 1 പോയിന്റ്. ഗൈസ് ഓക്കെ, ഞാൻ വരയ്ക്കാൻ വേണ്ടി പോകുന്നു ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ശ്രദ്ധിച്ച് കാണുക. ഓ ഇത് മാത്രം ഉള്ള ഒന്ന് കയ്യടേ. അത്രയും കൊച്ചുങ്ങൾ ഉണ്ടായെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഞാൻ പറയട്ടെ, തൃശ്ശൂർ. എറണാകുളം. അയ്യോ സോറി, അത് മനസ്സിലായടാ, അത് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പറയടാ വാങ്ങി. അതേ മനസ്സിലായോ, ബാക്കി മനസ്സിലായില്ല. മനസ്സിലായടാ. കല്ലമ്പലാണോ? പോയി കല്ലമ്പലാണോ? അല്ല അത് എനിക്കും കത്തി, പക്ഷെ സ്ഥലം അറിയാൻ വരാ. അത് മനസ്സിലായി രാജികേട്ടാ, നമുക്ക് ബാക്കിയുള്ളതൊന്നും മനസ്സിലാവാത്ത. സമയം അതിക്രമിക്കുന്നു. നീ അങ്ങ് മാറി. ഒന്ന് ഫുള്ള് തുടച്ചിട്ട് വായിന്നിട്ട് എടാ സ്ഥലത്തിന്റെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്, സ്ഥലം കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഒന്നും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ കറക്റ്റ്, അതൊക്കെ കത്തി. ഇക്ക ഉത്സവത്തിന് പോയാ അത് അമ്പലമല്ല, മറ്റേ മുസ്ലിം പള്ളിയാ. ആനയും വെച്ച വാഴ വാഴ. അതെയല്ല, തെങ്ങ് ഏറ്റ് പാടായി. ആ തെങ്ങാണോ, പൈപ്പാണോ അത്? അയ്യോ ഞങ്ങൾ പാവം. എടാ തിരുവനന്തപുരമാണോ? ഓക്കെ ഇതെന്തിനാ അവിടെ 2 പെണ്ണുങ്ങളെ വരച്ചു വെച്ചിരിക്കുന്നേ? 2 പെണ്ണുങ്ങളെ വരച്ചു വെച്ചിരിക്കുന്നേ? നടുക്ക അത് മറക്കണ്ട, ഞാൻ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എല്ലാരും ഫസ്റ്റ് ടൈം തിരുവനന്തപുരം ഓടി. ചാർലിക്ക് കൊമ്പന് 3, ഡോമിന് 5, എനിക്ക് 2, എഡ്വിന് 1. ഐശ്വര്യമായിട്ട് അങ്ങ് എടുക്കുക. ആരെയൊക്കെ പറയണം കേട്ടാ. ഓ പറയണം, നീ കാണിക്കാതെ പറഞ്ഞോ. നേരത്തെ പോലെ വരച്ചു വെക്കണേ. എഡ്വിൻ തുറന്നിട്ടുണ്ട്. എന്താ വരച്ചേക്കണേ? ഇത് സമ്മതിക്കാൻ മനസ്സിലായി. ബാക്കി പറ. ഗൈസ് അപ്പോ ആ റൗണ്ട് തീർന്നു, പടപടയും തീർന്നു. ഞാൻ പോട്ടേട്ടാ. ഓക്കെ, ഒരു എക്സ്പ്രഷനൊക്കെ കാണിക്കാം, നല്ല ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പോയി ആ എക്സ്പ്രഷൻ മനസ്സിലായി, ഏതാന്ന് എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് ഇക്കാക്ക് ഇതുണ്ടെന്ന് തോന്നട്ടോ. 4 കുട്ടികള്, ഒന്നും കാണുന്നില്ലല്ലോ. 5 കുട്ടികള്. മനസ്സിലായി. ഇതെന്ത് തേങ്ങ അത് മനസ്സിലായി. വേറൊരു സംഭവം കൊണ്ട് വരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു ഉറപ്പാ. ഞാൻ പറയട്ടെ, വൈറ്റിലാണോ? ബൂട്ട് ക്യാമ്പ് അല്ലേ? ഇക്കല്ലേ? നമ്മളല്ലേ? ഗൈസ് അപ്പോ എന്തായാലും നമ്മുടെ ചാനലിന് ചാൻസ് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ടോട്ടൽ പോയിന്റ് നോക്കാം അല്ലേ? സോ ഡോമിന് എത്ര പോയിന്റാ? 5 പോയിന്റ്. പിന്നെ 4 ആർക്കൊക്കെ ഉള്ളത്? 2 പേർക്ക് 4 അല്ലേ? എനിക്ക് 3, ഇവര് 2. അയ്യോ അല്ലല്ല, ഞാനാ ലാസ്റ്റ് ഉത്തരം പറഞ്ഞത്. ബായി ലാസ്റ്റ് റൗണ്ടിൽ കാര്യം പിടിച്ചു പോയി. തോറ്റു പോയല്ലോ ചാലഞ്ച്. ഇവിടെ രാവിലെ എടുത്തപ്പോൾ ചോദിച്ചു തോറ്റു കൊടുക്കുന്നയാണോ വരുന്നത്? ഞാൻ പറഞ്ഞു വിട്ടു കൊടുക്കുന്ന. ഓക്കെ സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ചാലഞ്ച് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വിന്നർ നോക്കുകയാണെങ്കിൽ മറ്റാരുള്ള ഗൈസ് ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ആർട്ടിസ്റ്റ് തന്നെയാണ് വിന്നർ ആയിട്ടുള്ളത്. എല്ലാവരും കയ്യിൽ എഴുതാം.
5 പോയിന്റ്സ് ഗൈസ് ഓക്കെ 5 പോയിന്റ്സ് ഇവിടെ നേടിയിട്ടുണ്ട് സൂപ്പർ ഡെലീഷ്യസ്. ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ കൊമ്പൻ 4 ഉണ്ട് ഗൈസ്. കൊമ്പൻ ഒരു കൈ സെലക്ഷൻ ഇന്ത്യൻ ടീം. ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ബോളിൽ ഇനി ഒരുപാട് പ്ലേസസ് ബാക്കിയുണ്ട്. സോ ഇതിന് പാർട്ട് 2 വീഡിയോ വേണം വേണ്ടെന്നുള്ള ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് അപ്പോൾ അടുത്തൊരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ